നമുക്കിനി കോഴിക്കോട്ടേക്ക് പോകാം. അവിടെ നിന്ന് ഒരു ക്രൈം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കോഴിക്കോട് പന്തീരാങ്കാവിൽ കത്തി കാണിച്ച യുവതിയുടെ പണവും ആഭരണങ്ങളും കവർച്ച ചെയ്ത സംഭവമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ട്. ഫറോക്ക് സ്വദേശി സുബിൻ ദാസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മിഥില ബാലനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, ഇയാൾ എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്? എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഇയാൾ തന്നെയാണ് മോഷണം നടത്തിയത് എന്ന് വ്യക്തമായി കഴിഞ്ഞു? സ്മിത, ജനുവരി 9-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. ഈ പെൺകുട്ടി, അതായത് ഈ യുവതി ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് സ്കൂട്ടറിൽ പിന്തുടർന്ന് ഇത്തരത്തിൽ ഈ യുവതിയും സ്കൂട്ടറിലായിരുന്നു. ഈ സ്കൂട്ടർ തടഞ്ഞു നിർത്തി ഇത്തരത്തിൽ കത്തി കാണിച്ച് ആഭരണങ്ങൾ കവരാൻ ഒരു ശ്രമം നടത്തിയത്. തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറിയതിന് കൊണ്ട് മാത്രമാണ് ഈ ഒരു കവർച്ച നടന്നില്ല എന്ന് തന്നെ പറയേണ്ടി വന്നത്. ഈ ഒരു സംഭവത്തിലാണിപ്പോൾ പ്രതി കസ്റ്റഡിയിലായിരിക്കുന്നത്. പാലാഴി ആശാരിക്കണ്ടി വീട്ടിൽ സുബിൻ ദാസിനെയാണ് പന്തീരങ്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇയാൾ തന്നെയാണ് പ്രതി എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കാരണം സാഹചര്യ തെളിവുകൾ, CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചതിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പ്രതി തന്നെയാണ് കൃത്യം നടത്തിയത് എന്ന ഒരു നിഗമനത്തിൽ പോലീസ് എത്തിയത്. അതുപ്രകാരമാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈ സംഭവം എന്നത് ഈ യുവതി സ്ഥിരമായി ആഭരണങ്ങൾ ധരിച്ച് ജോലിക്ക് പോകുന്നത് ഈ പ്രതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കൃത്യം നടത്താനായി ഈ പറഞ്ഞ സംഭവം നടന്ന ദിവസം 1 മണിക്കൂർ നേരത്തെ സ്കൂട്ടറിലെത്തി ഈ യുവതിക്കായി കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ ഒരു മോഷണ ശ്രമം ഉണ്ടായത്. ഈ തൊട്ടടുത്ത വീട്ടിലേക്ക് ഈ യുവതി ഓടിക്കയറിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു മോഷണം നടക്കാതിരുന്നത്. പ്രവിത. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. മോഷണ ശ്രമം നടന്നതേ ഉള്ളൂ അല്ലേ? ഞാൻ നേരത്തെ മോഷണം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രമം നടന്നേ ഉള്ളൂ, ഒന്നും മോഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൂടെ ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ആ സ്ഥലം ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം. ഭയങ്കര രസമുണ്ട്. ഇങ്ങനെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഒരു സിനിമയിലൊക്കെ കാണുന്നത് പോലെ നീല ടച്ച് ഉണ്ടല്ലേ, ഒരു ബ്ലൂ ടോണാണ് ഇപ്പം കാണാൻ സാധിക്കുന്നത്. പ്രേക്ഷകരിലേക്ക് എത്രത്തോളം ഈ ഭംഗിയുള്ള ദൃശ്യങ്ങൾ എത്തുന്നുണ്ടെന്ന് അറിയില്ല. എന്നാലും പരമാവധി അത് എത്തിക്കാൻ നമ്മുടെ ക്യാമറമാൻമാരായ രാഹുൽ VS അനുവി നായരും ശ്രമിക്കുന്നുണ്ട്. ഈ നമ്മുടെ ഒരു മൂഡ് ഉണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ നല്ല സന്തോഷത്തിലായിരിക്കും. അപ്പോൾ ആ മൂഡ് അനുസരിച്ച് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കണമല്ലോ എന്നും. അതുപോലെയാണ് ഈ പ്രകൃതിയും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഈ കായലിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് തോന്നുന്നു. ആകാശത്തേക്ക് നോക്കി കുറച്ചൊന്ന് മൂടി നിൽക്കുന്ന പോലെ. മഴക്കാറുണ്ടോ എന്ന് സംശയം തോന്നും. പക്ഷെ ഒരുപക്ഷെ ഈ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ എന്നുള്ളത് ഈ ഒരു കാലാവസ്ഥയുടെയാണ്, സുഖകരമായ ഒരു കാലാവസ്ഥയാണ് അല്ലേ? നമുക്ക് മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് പോയാലോ? ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, KPCC പുനഃസംഘടനയെ കുറിച്ചൊക്കെ തന്നെ നേതാക്കൾ ചിന്തിക്കുന്നു. AICCയുടെ ഒരു ഇടപെടൽ. അപ്പോൾ പുനഃസംഘടനയെ കുറിച്ച് ചിന്തിക്കണം. അതിന് മുൻപ് ഏറ്റവും പ്രധാനമായി ഇവർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ, നേതാക്കൾക്കിടയിലുള്ള ഭിന്നതകൾ, പ്രവർത്തകർക്കിടയിലുള്ള അല്ലെങ്കിൽ നേതാക്കളും പ്രവർത്തകരുമായുള്ള ചില പൊരുത്തക്കേടുകൾ, അതൊക്കെ തന്നെ ആദ്യം പരിഹരിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഐക്യം ഉറപ്പിക്കാൻ കഴിയൂ. ആ രീതിയിലുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് അല്ലേ? KPCC നേതൃമാറ്റത്തിന് ചർച്ചയ്ക്ക് തുടക്കമിട്ട ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ പ്രത്യേകം കണ്ട് നേതൃമാറ്റം സംബന്ധിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണ്. രമേശ് ചെന്നിത്തല, ബെന്നി ബെഹ്നാൻ, സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കളെ കഴിഞ്ഞ ദിവസം AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കണ്ടിരുന്നു. KPCCയിൽ പുനഃസംഘടന വേണം എന്ന അഭിപ്രായമാണ് ഹൈക്കമാൻഡിനുമുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ പുനഃസംഘടനയ്ക്ക് കാത്തിരിക്കാമെന്നായിരുന്നു ആദ്യത്തെ നിലപാട്. എന്നാൽ അതിനു മുൻപ് തന്നെ നേതൃമാറ്റം നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന. അതേസമയം സംസ്ഥാനത്തെ കോൺഗ്രസിനുള്ളിലെ തർക്കം പ്രതിസന്ധിയായി തുടരുന്നു. പാർട്ടിയിൽ ഐക്യമുണ്ടെന്ന് അറിയിക്കാൻ തീരുമാനിച്ച സംയുക്ത വാർത്താ സമ്മേളനം ഇനി എന്നാണ് നടക്കുക എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത്, നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച വാർത്തയുടെ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ. ഇന്നലെ സൂചിപ്പിച്ചതെന്ന് പറയുമ്പോൾ പ്രേക്ഷകരിൽ ചില ചോദിക്കുന്നുണ്ട്, ഇത് എപ്പോഴാണ് പറഞ്ഞത്? നമ്മൾ വൈകിട്ട് വുമൻസ് ഈവനിങ്ങിൽ ആ സമയത്ത് പുറത്തു വന്ന വാർത്തയാണ്. 2 മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യും. 1500 കോടി രൂപ കടമെടുത്താണ് 2 മാസത്തെ പെൻഷൻ ഒന്നിച്ച് നൽകുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന 26 ലക്ഷം പേർക്ക് വെള്ളിയാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങും. സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്ന 35 ലക്ഷത്തിലധികം പേർക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും ലഭിക്കും. ഒരാൾക്ക് 3200 രൂപയാണ് ലഭിക്കുന്നത്. ഈ മാസം ലഭിക്കേണ്ട പെൻഷന് പുറമെ പഴയ കുടിശ്ശികയും ഉൾപ്പെടെയാണ് 2 മാസത്തെ പെൻഷൻ ലഭിക്കുന്നത്. 1604 കോടി രൂപയാണ് ധനവകുപ്പ് ഇതിനായി അനുവദിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന 4 മാസത്തെ കുടിശ്ശിക ഇതോടെ 3 കുറയും. 1500 കോടി രൂപയാണ് പെൻഷൻ നൽകാനായി കടമെടുത്തത്. ഈ സർക്കാർ വന്ന ശേഷം 35,400 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത്. ഇതിൽ 2% മാത്രമാണ് കേന്ദ്ര സഹായം.
62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 6,80,000 പേർക്ക് മാത്രമാണ് ശരാശരി 300 രൂപ വീതം കേന്ദ്രവിഹിതം ലഭിക്കുന്നത്. ഇതിലും കുടിശ്ശികയുണ്ട്. 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വാക്ക്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 39 ആയിരിക്കുന്നു. ഞങ്ങൾ നടന്ന് ഇവിടെ വന്നിരുന്നു. നല്ല കാറ്റുണ്ട്, നല്ല സുഖമുണ്ട്. ഒരുപാട് പേര് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ഇവിടെ കൂടുതൽ വരുന്നതെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അത്ര സുഖമാണ്. അപ്പോൾ വേർക്കില്ല. നല്ല സ്പീഡിൽ ദൂരെ നിന്നൊക്കെ കാറ് കൊണ്ടുവന്ന് ഒരു സൈഡിൽ നിർത്തിയിട്ട് അവരിങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് അവരോടൊക്കെ വിശേഷങ്ങൾ ചോദിക്കാം. വളരെ പെട്ടെന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ കൂത്താട്ടുകുളത്തെ പ്രശ്നമുണ്ടല്ലോ, ആ നഗരസഭയിലെ തട്ടിക്കൊണ്ടുപോകൽ വിവാദങ്ങൾ. അതിന് പിന്നാലെ കൂത്താട്ടുകുളത്ത് ഇന്ന് CPIMന്റെ വിശദീകരണ യോഗമുണ്ട്. വൈകിട്ട് 5 മണിക്കാണ് യോഗം. അതിനിടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കലാരാജുവിന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട്. ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്യാം, ഗുഡ് മോർണിംഗ്. അപ്പോൾ കൂത്താട്ടുകുളത്തെ നാടകീയ സംഭവങ്ങൾക്ക് ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇന്ന് കൗൺസിലർ കലാരാജുവിന്റെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്തും. ഇന്നലെ കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് അവർക്ക് സമൻസ് നൽകിയിരുന്നു. കോടതിയിൽ നിന്നുള്ള സമൻസാണ് എത്തിച്ചു നൽകിയത്. ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ അവർ രഹസ്യമൊഴി നൽകുമെന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും കൂത്താട്ടുകുളത്തെ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപ് ആരോപണ വിധേയനായിരുന്ന മൂവാറ്റുപുഴ ഡിവൈഎസ്പിയെ അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റിയതിനു പിന്നാലെ ഇന്നലെ 4 CPM പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കലാരാജുവിനെ മർദ്ദിച്ചു എന്നുള്ള കേസിലാണ് അറസ്റ്റ്. മറ്റ് 3 കേസുകളും കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CPMന്റെ പരാതിയിൽ CPM കൗൺസിലർമാർ നൽകിയ പരാതിയിൽ മറ്റൊരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് CPIMന്റെ വിശദീകരണ യോഗം, രാഷ്ട്രീയ വിശദീകരണ യോഗം അവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞതുപോലെ കലാരാജുവിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ നാടകമാണ് നടന്നത്, തങ്ങൾക്കതിൽ പങ്കില്ല എന്നുള്ളതാണ് CPIM ആവർത്തിക്കുന്നത്. ഇന്ന് എന്തൊക്കെയാണ് അക്കാര്യത്തിൽ പൊതുജനങ്ങളോട് CPMന് പറയാനുള്ളതെന്ന് വിശദീകരിക്കാനാണ് യോഗം നടക്കുന്നത്. പ്രത്യേകിച്ച് ജില്ലാ സമ്മേളനം കൂടി അടുത്ത ഒരു പശ്ചാത്തലത്തിൽ CPMന് കടുത്ത വിമർശനം സമ്മേളന കാലയളവിൽ ഏൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. പാർട്ടി നേതൃത്വത്തെ ആകെ ഞെട്ടിച്ചിരുന്നു ഈ സ്വന്തം കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകൽ. അതുകൊണ്ട് തന്നെയാണ് CPM അതിൽ രാഷ്ട്രീയ വിശദീകരണം നൽകുന്നത്. ഏതായാലും കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് പോലീസും നൽകുന്നത്. ശരി, ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്മിത, നമുക്ക് പതുക്കെ ഇവിടുന്ന് ഒരു കാഴ്ച നല്ല സുഖം എഴുന്നേക്കാൻ തോന്നുന്നില്ല. ഇവിടെ ഒരു കാഴ്ചയുണ്ട്. കാരണം സ്കൂളിലേക്ക് പോകാനായിട്ട് കുട്ടികളൊക്കെ ഓരോരുത്തരായിട്ട് ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നുണ്ട്. അപ്പൊ സ്കൂൾ ബസ് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പണ്ട് നമ്മൾ സ്കൂളിൽ പോയ ഞാൻ സ്കൂളിൽ പോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഇതുപോലെ നേരത്തെ ആയിരുന്നു. അതെ, നേരത്തെ ആയിരുന്നു. ഞാൻ 6:45 ആകുമ്പോൾ സ്കൂളിൽ പോയത്. സ്കൂൾ ബസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനൊക്കെ എന്നെ ഡെസ്കിൽ എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യും. എപ്പോഴും സ്കൂൾ ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ആലോചിക്കായിരുന്നു പ്രവൃത്തി, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ 10 മണിക്കാ ക്ലാസ് തുടങ്ങുക. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങണത് തന്നെ 9 മണിയാകുമ്പോഴാണ്. എന്നിട്ട് ഒരൊറ്റ ഓട്ടമാണ് ബസ് സ്റ്റോപ്പിലേക്ക്. ആകെ ഒരു ബസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അവിടേക്ക് ഓടിപ്പോയി ആ ബസ്സിൽ തൂങ്ങി പിടിച്ച് നിന്ന്, സ്കൂൾ ബസ് അല്ല കേട്ടോ, പ്രൈവറ്റ് ബസ്, ഒരു രവിചന്ദ്ര എന്ന് പറഞ്ഞ ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്തൊക്കെ ഓർമ്മകൾ വരുന്നു അല്ലേ? അപ്പൊ അതെല്ലാം ഓർമ്മ വരുന്നു ഈ പ്രഭാതത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ. നമ്മൾ ഒരുപാട് വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ പോകേണ്ടത്. നമുക്ക് പോകേണ്ടത് ഒരു ക്രൈം വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ക്രൈം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഈ നമ്മളെ വല്ലാതെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് സുബൈദയുടെ വാർത്ത. ആ ഉമ്മയെ മകൻ കൊലപ്പെടുത്തിയ ആഷിഖിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമൊക്കെ ആയിട്ടാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനും കസ്റ്റഡിയിൽ വാങ്ങണമെന്നുള്ളതാണ് പോലീസിന്റെ ആവശ്യം. മാതാവ് സുബൈദയോടുള്ള ആ പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി പോലീസിൽ മൊഴി നൽകിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി മിഥില ബാലനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. മിഥില, എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിത, അടുത്തിടെ കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു താമരശ്ശേരിയിലേത്, സുബൈദയുടേത്. മകൻ തന്നെ ലഹരിക്ക് അടിമപ്പെട്ട് അമ്മയെ കൊല്ലുന്നു. കേരളം അങ്ങനെയൊന്നും കാണാത്ത ഒരു കൊലപാതകം തന്നെയായിരുന്നു ഇത്. ഒരു നാട് തന്നെ വിറങ്ങലിച്ചു നിന്ന കാഴ്ചയായിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അമ്മയോടുള്ള പകയായിരുന്നു ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ മകൻ മൊഴി നൽകിയിട്ടുള്ളത്. ഈ ആഷിഖിനെ കസ്റ്റഡിയിലെടുക്കാനാണ്, കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനായിട്ടാണ് കസ്റ്റഡിയിലെടുക്കാനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുക. താമരശ്ശേരി കോടതിയിലാണ് അപേക്ഷ നൽകുക. എത്ര ദിവസം കസ്റ്റഡിയിൽ വാങ്ങണം, അത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് രാവിലെ തീരുമാനിക്കുകയുള്ളൂ. അതിനുശേഷമായിരിക്കും
കസ്റ്റഡി അപേക്ഷ നൽകുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പകയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പ്രതി ആഷിഖ് മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ പോലീസിന്റെ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം, ഇതിനു മുൻപും ഇത്തരത്തിൽ അമ്മയെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. സമാനമായ രീതിയിൽ വെട്ടുകത്തി ഉപയോഗിച്ചിട്ടായിരുന്നു ഈ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ അമ്മയ്ക്കും ഈ അമ്മയുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകൾക്കും അറിയാമായിരുന്നു മകൻ അമ്മയെ കൊല്ലാനുള്ള ശ്രമം നടത്തുന്നു. അതുകൊണ്ട് തന്നെ മാരകായുധങ്ങൾ, വെട്ടുകത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഈ വീട്ടിൽ നിന്നും മാറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാവാം അന്ന് തൊട്ടടുത്ത വീട്ടിൽ നിന്നും തേങ്ങ പൊളിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടുകത്തി വാങ്ങി വന്ന് അമ്മയെ കൊലപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. എത്ര കാലമായി ഈ ആഷിഖ് ലഹരിക്ക് അടിമയാണ്, അല്ലെങ്കിൽ എപ്പോഴെല്ലാമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതക ശ്രമം നടത്തിയിട്ടുള്ളത്, അത് ഏതെല്ലാം കാലങ്ങളിലാണ്, എത്ര കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ള, അതായത് ഈ കൊലപാതകം നടത്തുന്നതിന് മുമ്പ് എത്ര ദിവസം മുൻപ് അല്ലെങ്കിൽ എത്ര സമയം മുമ്പാണ് ഇത്തരത്തിലുള്ള ശ്രമം നടത്തിയത്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പോലീസിനെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുക. അത് എത്ര ദിവസം നൽകണം എന്ന കാര്യം രാവിലെ ഒരു യോഗം ചേർന്നതിന് ശേഷമായിരിക്കും അന്വേഷണ സംഘം തീരുമാനിക്കുക. പ്രവിത, സ്മിത. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷം തെളിവെടുപ്പ് ഉണ്ടാകും. അതിനുശേഷമാകും കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരിക എന്നുള്ളതാണ്. എന്തായാലും മാതാവിനോടുള്ള പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന് മകൻ തന്നെ സമ്മതിച്ചു. ഇവിടെ ഫാമിലി ഉണ്ടല്ലേ? അതെ, നമുക്ക് ചോദിക്കാം. ചേട്ടാ, कहाँ से हैं आप? बिहार से। हाँ, यहाँ काम करते हैं क्या? नहीं, बिजनेस है। बिजनेस है। ये बेटी क्या नाम है? नया फातिमा। फातिमा। आपका नाम? मौसम कौन सा क्लास में पढ़ती है? 4th स्टैंडर्ड। And आप 3rd। हमेशा आता है क्या? हमेशा आता है मतलब ये वॉकिंग के लिए नहीं? वो कभी कभी नहीं आते, ऐसे कंटिन्यू रहता है। आपका नाम क्या है? मेरा नाम समीर। कैसे है कोची? अच्छा है, बहुत अच्छा है। ब्यूटीफुल है ना? क्या 20 ईयर से हम लोग इधर में हैं। हाँ, सो मलयालम मालूम है क्या? आता है क्या? मलयालम हमको नहीं मालूम है, बच्चे लोगों को मालूम മലയാളം പറയോ? ഏത് സ്കൂളിലാ പഠിക്കുന്നത്? LMC boys। LMC। എവിടെ? है। LMC। LMC। ഇവിടെ അടുത്താണോ മോളെ? മോൻ പറയോ മലയാളം? ആ, മക്കള് നന്നായി മലയാളം നന്നായിട്ട് മലയാളം അറിയാലേ? വരും എല്ലാ ദിവസവും? ഇല്ല, കുറച്ച്. അമ്മ എവിടെ? വീട്ടിലാ. രാവിലെയാണോ വരുന്നത് എപ്പോഴും നടക്കാൻ? ആണോ? പാട്ട് പാടോ ഹിന്ദിയില്? ഓക്കെ. അപ്പൊ ഇവിടെ നല്ല ബിസിനസ് ഒക്കെ നടത്തി നന്നായി പോകുന്നു അല്ലേ? 20 വർഷമായി. വെരി ഗുഡ്. താങ്ക് യു. थैंक यू, थैंक यू। അപ്പൊ അങ്ങനെ ആദ്യം ഹിന്ദിയാണ്, ബിഹാറിൽ നിന്നാണെന്ന് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഹിന്ദിയിൽ പറയാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഞാൻ ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലാവില്ല. എന്നൊക്കെ പറയാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്ന, പക്ഷേ പിള്ളേര് മണി പോലെ മലയാളം പറയാ. അതൊരു ബ്യൂട്ടി ആണല്ലേ. നമ്മളിപ്പോ വേറെ നാടുകളിൽ പോയാലും അത്യാവശ്യം ഭാഷയൊക്കെ പഠിച്ച് മലയാളം പഠിക്കുന്ന കൂടുതൽ പേരെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാ. വാർത്തകളുടെ സമയമാണ്. കൂടുതൽ ചൂടേറിയ വാർത്തകൾ വരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സഞ്ജയ് കരോൾ, സന്ദീപ് മെഹ്ത എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കേസിൽ വാദം കേട്ട കോടതി മൊഴി കൊടുക്കാൻ താല്പര്യമില്ലാത്തവരെ നിർബന്ധിക്കേണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കേസിലെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ സംസ്ഥാന സർക്കാരിനോട് ഹാജരാക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയത് സ്വകാര്യത സംരക്ഷിക്കുമെന്ന ഉറപ്പിലാണെന്ന് ഹർജിക്കാർ വാദിച്ചു. ഈ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. വായ്പാ കുടിശ്ശികയെ തുടർന്ന് ജപ്തി നടപടി നേരിട്ട കുടുംബത്തിന് ആശ്വാസവുമായി മന്ത്രി GR അനിൽ എന്നുള്ളതാണ്. തിരുവനന്തപുരം വെമ്പായം പാലമൂട് സ്വദേശിനി പ്രഭാകുമാരിക്കാണ് ജപ്തി ഒഴിവാക്കുന്നതിനുള്ള പണം അദ്ദേഹം നൽകിയത്. മന്ത്രി വാക്കുപാലിച്ചു. പ്രഭാകുമാരിക്ക് സ്വന്തം വീട് വിട്ടിറങ്ങേണ്ടി വരില്ല. 85 വയസ്സുള്ള അമ്മയും ശാരീരിക വിഷമതയുള്ള ഭർത്താവുമായി 5 സെന്റിലെ ഒറ്റമുറിയിൽ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ജപ്തി നടപടികളുണ്ടായത്. നെടുമങ്ങാട് കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ നടപടികളെ തുടർന്ന് വീട് പൂട്ടിയപ്പോൾ തന്നെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച മന്ത്രി പിന്തുണ അറിയിച്ചിരുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഗ്രീൻ മർച്ചന്റ് അസോസിയേഷൻ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള സന്നദ്ധത മന്ത്രിയെ അറിയിച്ചു. ജപ്തി നടപടികൾ ഒഴിവാക്കുന്നതിനുള്ള 2,16,000 രൂപയുടെ ചെക്ക് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗ്രീൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ രാജ് പ്രഭാകുമാരിക്ക് കൈമാറി.
ജപ്തി നടപടികളുടെ പേരിൽ ധനകാര്യ സ്ഥാപനങ്ങൾ കുടുംബങ്ങളെ തെരുവിലിറക്കുന്ന സമീപനം സ്വീകരിക്കരുതെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. സഹായത്തിനായി മുൻകൈയെടുത്ത മന്ത്രിക്കും പൊതുപ്രവർത്തകർക്കും പ്രഭാകുമാരി നന്ദി പറഞ്ഞു. നെടുമങ്ങാട് അർബൻ ബാങ്കിൽ നിന്നാണ്, സഹകരണ അർബൻ ബാങ്കിൽ നിന്നാണ് ഞാൻ ലോൺ എടുത്തത്. അപ്പോൾ അവിടേക്കാണ് എന്നെ വിളിച്ചത്. ഞാൻ അവിടെയാണ് പോയത്. 21-ാം തീയതി ഈ ലെറ്ററും കൊണ്ട് പോയി. നെടുമങ്ങാട്ട് ചെന്ന് അവിടെ ബാങ്കിൽ ഇരുന്നപ്പോൾ പറഞ്ഞ് ഇപ്പം പൈസ അടങ്ങി. അന്നേരം അവൾ പൈസ എല്ലാം അവൾ അടുത്ത ചോദിച്ചു. എൻ്റെ കുടുംബത്തെ രക്ഷിച്ചത് എനിക്ക് വളരെ വളരെ പുണ്യം. അമ്മ യശോദയ്ക്കും ഭർത്താവ് സജിമോനുമൊപ്പമാണ് പ്രഭാകുമാരി സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ചേംബറിലെത്തി ചെക്ക് സ്വീകരിച്ചത്. 24 തിരുവനന്തപുരം. അതെ, ഇതാ നമ്മളിപ്പം ക്വീൻസ് വാക്ക്വേയിലാണുള്ളത്. ഇവിടുത്തെ ഒരു പതിവ് കാഴ്ചയാണ് ഇതിങ്ങനെ പ്രാവുകൾക്ക് ഭക്ഷണം നൽകുന്ന നിരവധി പേരുണ്ട് ഇവിടെ. നമ്മളിങ്ങനെ കയ്യിൽ ഭക്ഷണം എടുത്ത് പിടിച്ചിട്ടുണ്ട് പ്രാവിനുള്ള, പക്ഷെ ആരും വന്ന് ഇരിക്കുന്നില്ല. ഒറ്റ പ്രാവും വന്നിരിപ്പി. അതെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ കൈ വന്നിരുന്ന് കഴിക്കേണ്ട ആവശ്യം അതിനില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം പ്രാവുകൾ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നമ്മൾ വന്നിരുന്നു, ഞാനും പ്രജുനുമായിരുന്നു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞെന്തറിയോ, നല്ല സ്നേഹത്തോടെ കൈനീട്ടി നിന്ന പ്രാവ് വരുന്നു. അതെ, നമ്മളെ പിന്നെ വലിയ പരിചയമില്ലല്ലോ പ്രാവുകൾക്ക്, ഇവിടെ കുറച്ചുകൂടെ പരിചയം ഉണ്ടാവും. പരിചയപ്പെടാം. ഹലോ, 24 എന്നാണേ. ചേട്ടൻ പറയണേ അല്ലേ. ഇവിടെ പ്രാവുകൾക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കാം, നമുക്ക് ഇടവേള കഴിഞ്ഞ് വരുമ്പോ ഇവിടെ പ്രാവുകളെ ഒന്ന് ഇരുത്താൻ പറ്റുമോ എന്ന്. അപ്പൊ അതാ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. നമ്മളപ്പോൾ പ്രാവുകൾക്ക് തീറ്റയൊക്കെ കൊടുത്ത് ഇവിടെ തന്നെ ഉണ്ടാകും. പെട്ടെന്ന് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകർ. ഞങ്ങളിങ്ങനെ പ്രാവിനെ കയ്യിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക, പക്ഷെ ഒറ്റ പ്രാവ് മൈൻഡ് ചെയ്യും. അതായത് പ്രാവിനെ കയ്യിലെടുക്കാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ പ്രാവിന് ഇഷ്ടം പോലെ ഭക്ഷണം താഴെയുണ്ട്, വരുന്നില്ല. അപ്പൊ റിസ്ക് എടുത്ത് കൈ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭയങ്കര ബുദ്ധിയാണ് പ്രാവിന്. ഇതുപോലെ വെറൈറ്റി പ്രാവൊക്കെ ഉണ്ട്. വൈറ്റ് കളർ ഉണ്ട്, പിന്നെ ഇടയ്ക്ക് ഒരു ബ്ലാക്ക് നിറമുള്ളതുണ്ട്, ഒരു തവിട്ട് നിറമുണ്ട്. അപ്പൊ അങ്ങനെ പ്രാവുകളെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ പ്രഭാത നടത്തം ഇവിടെ ഇരിക്കുകയാണ്. നടത്തമല്ല, ഇപ്പം റെസ്റ്റ് എടുക്കുകയാണ് നമ്മൾ. മനോഹരമായ കാഴ്ചയോടുകൂടി ഒരു നല്ല ഒരു റിപ്പോർട്ടാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളം വാഴക്കുളത്ത് ഈ സ്കൂൾ ബസ് തീപിടിച്ച വാർത്ത നമ്മൾ കണ്ടതാണ്. തീപിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ആള് പുക ഉയരുന്നത് കണ്ടതോടെ കുട്ടികളെ എല്ലാം സുരക്ഷിതരാക്കി ഡ്രൈവർ. ഹൃദയയുടെ കയ്യില് പ്രാവ് വന്നിരുന്നു. കൈ കൊത്തരുത് കേട്ടോ. അയ്യോ, അതിന്റെ പുറത്ത് എന്റെ വലിയൊരു കൊള്ളാം. അപ്പൊ വാർത്ത അതാണ്. അപ്പൊ വാഴക്കുളത്താണ് ഈ സ്കൂൾ ബസ്സിന് തീ പിടിച്ചത്. അപ്പൊ ഈ പുക ഉയരുന്നത് കണ്ടതോടെ കുട്ടികളെല്ലാം സുരക്ഷിതരാക്കിയ ഡ്രൈവർ, ആ ഡ്രൈവർക്ക് ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. വിനോദ് എന്നത്തെയും പോലെ കുട്ടികളെ ബസ്സിൽ കയറ്റി സ്കൂളിലേക്കുള്ള യാത്രയിലാണ്. വാഹനത്തിലുള്ളത് 25 കുട്ടികൾ. കല്ലൂർക്കാട് നീറാമ്പുഴക്കാവിലേക്ക് സമീപം എത്തിയപ്പോൾ ബസ്സിന് മുൻപിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് വാഹനം നിർത്തി. കുട്ടികളെ എല്ലാം വാഹനത്തിൽ നിന്ന് ഇറക്കി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി. വിനോദിന്റെ അവസരോചിതമായ ഇടപെടലിലൂടെ ഒഴിവായത് വലിയ ദുരന്തം. നീറാമ്പുഴക്കാവിൽ വന്നപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് പുക പതുക്കെ കണ്ടു തുടങ്ങി. അത് ജസ്റ്റ് ഒരു കുറച്ച് മാറി കഴിഞ്ഞപ്പോൾ ആ സൈഡിൽ തന്നെ വണ്ടി ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുക കൂടുതലായി വന്നു. അപ്പോൾ തന്നെ ഡോർ തുറന്ന് പിള്ളേരെ ഇറക്കി നമ്മുടെ തന്നെ സ്കൂൾ ബസ്സിന് മറ്റൊരു സ്കൂൾ ബസ്സിന് കയറ്റി പിള്ളേരെ ആയനങ്ങൾ കയറ്റി വിട്ടു. അടുത്ത സമയത്തിന് ശേഷം ഭയങ്കരമായിട്ട് പുക പൊങ്ങി. പിന്നെ അതോടൊപ്പം തീയും കണ്ടു. പിന്നെ ഫയർഫോഴ്സിലേക്ക് ഫോൺ ചെയ്തു. നമ്മളെ എസ്റ്റിമേഷൻ അടിച്ചിട്ടൊന്നും തീ നിന്നില്ല. തന്റെ അവസരോചിതമായ ഇടപെടൽ ഇന്ന് വിനോദിനെ തേടിയെത്തുന്നത് നിരവധി അഭിനന്ദന പ്രവാഹം. വാഴക്കുളത്തെ മർച്ചന്റ് അസോസിയേഷൻ അംഗങ്ങളും വിനോദിന് ആദരവൊരുക്കി. ജോ സെബാസ്റ്റ്യൻ താണിക്കൽ, തോമസ് വർഗീസ്, ടോമി തോമസ്, ശൈലജ MP തുടങ്ങിയവർ ചേർന്നാണ് ആദരവൊരുക്കിയത്. നൽകിയ ആദരവുകൾക്ക് നന്ദിയെന്നും കുട്ടികളെ രക്ഷിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും വിനോദ് പറഞ്ഞു. വർഷങ്ങളായി വാഹനം ഓടിക്കുന്നയാളാണ് വിനോദ്. 24 കൊച്ചി. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകർ. ഇതാ എന്റെ കയ്യിൽ തന്നെ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞപ്പോ പറഞ്ഞോയി നന്നായുള്ളൂ. കുറച്ച് നേരമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ പ്രാവ് വന്നിരിക്കുന്നത് എന്റെ കയ്യിൽ 3 തവണ വന്നിരുന്നു. എനിക്കൊരു ഇച്ചിരി പടപ്പ് കൂടുതലാണ്, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. പ്രേത, നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോയാലോ. ഭാര്യയ്ക്ക് തെരുവുനായുടെ കടിയേറ്റതിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഭർത്താവ്. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് കുളത്തൂപ്പുഴ സ്വദേശി ജോസഫ് ഡേവിഡ് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് ജോലിക്ക് ശേഷം തിരികെ വരുമ്പോഴാണ് ജോസഫിന്റെ ഭാര്യ സെലിൻ ഡേവിഡ് അടക്കമുള്ളവരെ തെരുവുനായ ആക്രമിച്ചത്.
സെലിൻ ഡേവിഡിനെ കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയിലും പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും എത്തിച്ച് ചികിത്സ നൽകി. തെരുവ് നായ ശല്യത്തെക്കുറിച്ച് പലതവണ പഞ്ചായത്തിൽ പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ലെന്നും പോലീസ് ഇടപെട്ട് നഷ്ടപരിഹാരം വാങ്ങി നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി. പഞ്ചായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. പല പ്രാവശ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള ഒരു നടപടി ഇല്ലാത്തത് കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞാൻ പരാതി കൊടുത്ത്. ഇതിന് പരിഹാരം ഈ പഞ്ചായത്തിൽ നിന്നുണ്ടായേ മതിയാവും. അതിന് അങ്ങേറ്റം വരെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യും. കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സെക്രട്ടറിയും എതിർകക്ഷിയാക്കിയാണ് പരാതി നൽകിയത്. പരാതി അന്വേഷിക്കുമെന്ന് കുളത്തൂപ്പുഴ പോലീസ് പറഞ്ഞു. നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസഫ് ഡേവിഡ്. വൈഫിന് ഇപ്പോഴും വന്ന ഇത്രയും മാനസികമായിട്ടുള്ള സംഘർഷവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും മനസ്സിൽ കണക്കാക്കി നല്ലൊരു നഷ്ടപരിഹാരം ഇതിന് വൈഫിന് കിട്ടണം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ജോസഫ് ഡേവിഡ്. 24 കൊല്ലം. അപ്പോൾ അതാണ് ആ പരാതിയിൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ സമയം 6:57. നമ്മുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപ് നമുക്ക് കായിക വാർത്തകളിലേക്ക് പോകാം. അപ്പോൾ അടുത്ത കായിക വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് നൊവാക് ജോക്കോവിച്ച് കാർലോസ് അൽക്കാരസ് വമ്പൻ പോരാട്ടമാണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:40 മത്സരം. ടൂർണമെന്റിൽ അൽക്കാരസ് 3ാം സീഡും ജോക്കോവിച്ച് 7ാം സീഡുമാണ്. നേർക്കുനേർ പോരിൽ നേരിയ മുൻതൂക്കം ജോക്കോവിച്ചിനാണ്. 7 മത്സരങ്ങളിൽ 4 ജയിച്ചു. കഴിഞ്ഞ സീസണിൽ ജോക്കോവിച്ചിനെ തോൽപ്പിച്ച് അൽക്കാരസ് വിംബിൾഡൺ കിരീടം നേടിയപ്പോൾ പാരീസ് ഒളിമ്പിക്സ് ഫൈനലിൽ ജോക്കോ കടം വീട്ടി. വനിതാ സിംഗിൾസിൽ സെമി ഫൈനൽ ലക്ഷ്യമിട്ട് അരീന സബലേങ്കയും ഇന്നിറങ്ങുന്നുണ്ട്. ഇന്നലെ പുറത്തു വന്ന വാർത്തയായിരുന്നു ആർജികർ മെഡിക്കൽ കോളേജിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ളത്. പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വനിതാ ഡോക്ടറെ. അപ്പോൾ തന്നെ അവിടെ വലിയ പ്രതിഷേധം കോടതിക്ക് പുറത്ത് നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പോൾ കേസിൽ വിധിയിൽ അതൃപ്തിയുമായി ഡോക്ടേഴ്സ് വീണ്ടും പ്രതിഷേധം തുടരാനാണ് ഡോക്ടേഴ്സിന്റെ തീരുമാനം. സിയാൽദ അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കെതിരെ മേൽക്കോടതി സമീപിക്കും. സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ശിക്ഷ ഉറപ്പാക്കണം. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന കോടതി നിരീക്ഷണത്തിലും ഡോക്ടേഴ്സിന് അതൃപ്തിയുണ്ട്. ഡ്യൂട്ടിക്കിടെ ഒരു ഡോക്ടർ ക്രൂരമായി കൊല്ലപ്പെട്ടത് അപൂർവങ്ങളിൽ അപൂർവമല്ലേ എന്നാണ് ഡോക്ടേഴ്സ് ഉന്നയിക്കുന്നത്. വിധി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ കുടുംബവും പ്രതികരിച്ചിരുന്നു. നഷ്ടപരിഹാരമല്ല, തങ്ങൾക്ക് നീതിയാണ് വേണ്ടത് എന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. അത് ഈ കുടുംബത്തിന് 17 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം നൽകണം. കാരണം പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത്, സുരക്ഷ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റിന്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അപ്പൊ ഒരുപാട് കമന്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വരികയും ചെയ്തിരുന്നു അല്ലെ സ്മിത? ഇനി നമുക്ക് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്ന കമന്റ്സ് വായിക്കുന്നില്ല എന്ന് ഭാഗീഷ് പറയുന്നുണ്ട്. പിന്നെന്താ, പ്രാവും പ്രവിധിയും സൂപ്പർ കലക്കിന്ന് ഹരിഗോവിന്ദൻ പറയുന്നു. പ്രജനിലും പ്രാപ്ര കോമ്പിനേഷൻ മോർണിംഗ് വാക്കിലുണ്ട്. പ്രവിധ ആൻഡ് പ്രാവ് കൊള്ളാം. ഓഹാ, എന്താണ് ആ ഒരു ഇമാജിനേഷൻ അല്ലേ. പ്രവിധു സ്മിത സഹജീവികളുള്ള ഇഷ്ടം അതൊന്ന് വേറെ തന്നെയാണെന്ന് ലേഖ പറയുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഇത്രയും പ്രാവുകൾ ഇങ്ങനെ ഒന്നിച്ച് വന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് തന്നെ കാണുന്ന നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. പ്രാപ്ര വന്നു, സ്മിതയ്ക്ക് അസൂയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ചെറുതായിട്ട് പ്രവിധ കുട്ടിയുടെ ഫോട്ടോ അപ്പുറത്തെ ക്യാമറമാൻ ഉറപ്പായിട്ട് എടുത്തിട്ടുണ്ടാകും. നിങ്ങൾ രണ്ടുപേരും സെൽഫി എടുത്തില്ല എങ്കിലും എടുക്കാൻ ആൾക്കാരുണ്ടല്ലോ അല്ലേ. നല്ല ഭംഗിയുണ്ട്. ആ സീൻ ഫോട്ടോ എടുത്ത് വെച്ചോന്ന് മിനി പറയുന്നുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിരുന്നു, അത് കിട്ടിയിട്ടുണ്ടോന്ന് അറിയില്ല. കാരണം നമ്മൾ അതിന്റെ ഇടയിൽ വാർത്തയൊക്കെ നോക്കിയിട്ടാണല്ലോ നിൽക്കുന്നത്. ഇവര് അവരുടെ ഡ്രസ്സൊക്കെ കണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിരുന്നു, പക്ഷെ അവരോട് സംസാരിക്കാൻ പറ്റിയില്ല. വളരെ പെട്ടെന്ന് അവരോടൊന്ന് സംസാരിക്കാം അല്ലെ. ഹലോ ചേട്ടാ, പേരെന്താ? വിജയൻ, ഗ്ലാൻസി, ജോൺ, ആന്റണി. അതെ, നിങ്ങളിവിടെ എല്ലാ ദിവസവും ഇങ്ങനെ വ്യായാമം ചെയ്യാനൊക്കെ എത്തുന്നവരാണോ? എല്ലാവരും രാവിലെ എത്തും. ഒരു 5 മണിയോടെ എല്ലാവരും നടക്കാൻ പോകും. അങ്ങേറ്റം വരും, നടക്കും. ഇവിടെ വന്നു എല്ലാവരും കൂടി കുറച്ചു നേരം വർത്താനം പറയും. ഒരു ചിരി കളി തമാശയൊക്കെ കൂടി. ഇത് ഈ എന്താ എല്ലാവർക്കും ഒരേപോലത്തെ ഡ്രസ്സാണല്ലോ. അത് ഇന്ന് ഞാൻ അങ്ങനെ മാറിയിട്ടില്ല, അതാണ് സങ്കടമായി പോയി.
ഭയങ്കര ഇഷ്ടമായി പോയി. നല്ല ഹാപ്പി അല്ല അവരല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കണ്ടിരുന്നു. തീർച്ചയായിട്ടും സ്ഥിരമായിട്ടുള്ള ഓക്കെ ഞങ്ങൾ എല്ലാ ദിവസവും കാണാൻ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് നേരിട്ട് കണ്ടതിൽ. അടിപൊളി. നമുക്ക് ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചത്. അപ്പൊ നിങ്ങളുടെ വർത്താനവും ആ ഒരു ചിരിങ്കളിയൊക്കെ നടക്കട്ടെ. ആണല്ലേ? അതെ അല്ലേ? ഞങ്ങളും വരാൻ നോക്കാം. അപ്പൊ നമ്മുടെ ഒരു മലയാളി പയ്യനെ ഈ അടുത്ത് ടെൻസിംഗ് നോർഗെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. എന്റെ ഫ്രണ്ട് അയാള് ഇന്നലെ നമ്മൾ കൊടുത്തോ? ഇല്ല, സമയം അതിക്രമിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമ്മുടെ SKN അവിടെ റെഡിയായി നിൽക്കുകയാണ് അല്ലെ? അതെ, നമുക്കിനി SKNലേക്ക് കൊടുക്കാം. ഗുഡ് മോർണിംഗ് SKN. വളരെ